രാമജന്മഭൂമിയായ അയോധ്യയിൽ നിന്ന് എസ് ശ്രീകാന്ത് ചേരുന്നു. വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങാം. ശ്രീകാന്ത്. വിനോദ, ജയ് ശ്രീറാം. ഞാനിപ്പോൾ നിൽക്കുന്നത് രാം ജന്മഭൂമിയിൽ അയോധ്യയിലാണ് നിൽക്കുന്നത്. എനിക്ക് പിന്നിൽ ഈ കാണുന്നത് ഭവ്യമായ ശ്രീരാമ ക്ഷേത്രമാണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത്. അതായത് വർഷങ്ങൾ രക്തദൂഷിത പോരാട്ടം, അതിനുശേഷം സ്വാതന്ത്ര്യത്തിന് ശേഷവും നടന്ന പ്രക്ഷോഭങ്ങൾ, ജയിൽവാസം, കേസുകൾ, അങ്ങനെ നിരവധിയായ ത്യാഗനിർഭരമായ പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത ആ നിർമ്മിതിയാണ്, ആ അത്ഭുത നിർമ്മിതിയാണ് നമ്മൾ ജനം TV പ്രേക്ഷകർക്ക് വേണ്ടി ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നമ്മൾ കാണിക്കുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട ഇവിടുത്തെ അയോധ്യയിലെ ശ്രീരാമ ജന്മസ്ഥാനിലെ പ്രധാന ശ്രീകോവിൽ നമ്മൾ ഈ കാണുന്നതാണ്. ഇവിടെ ഏറ്റവും താഴെയായി ഗർഭഗൃഹം നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ അങ്ങേ അറ്റത്തായാണ് ശ്രീരാംലല പ്രതിഷ്ഠ ഉള്ളത്. ഗർഭഗൃഹത്തിൽ അങ്ങേ അറ്റത്തായാണ് ശ്രീരാംലലയുടെ പ്രതിഷ്ഠ നിലവിൽ ഉള്ളത്. അതിനപ്പുറം ഈ തൊട്ടുമുകളിലായി ഒന്നാം നിലയിലായി നമുക്ക് ദർബാർ കാണാൻ സാധിക്കും, രാമന്റെ ദർബാർ കാണാൻ സാധിക്കും. മൂന്നാമത്തെ അതിനു മുകളിലായി കാണാൻ സാധിക്കുന്നത് അവിടെ ധ്യാനത്തിനും മറ്റു കാര്യങ്ങൾക്കുമുള്ള സ്ഥലമാണ്. അതിൻ്റെ നിർമ്മിതി നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ പുറത്തു നിന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു പ്രൗഢി, ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രൗഢി നമുക്ക് കാണാൻ സാധിക്കും. ആ ഗോപുരങ്ങളോടുകൂടി, ആ കൊത്തുപണികളോടുകൂടി, അതിൻ്റെ ആ ഏറ്റവും മുകളിലായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോഴും ഇതിൻ്റെ പണികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പണികൾ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ രാമ ജന്മഭൂമിയിൽ നിന്നും ഇന്നിപ്പോൾ ഈ രാമായണ മാസത്തിൽ നമ്മുടെ പ്രേക്ഷകർക്ക്, ജനം TVയുടെ പ്രേക്ഷകർക്ക് തത്സമയം നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണിക്കുകയാണ്. കൃഷ്ണകുമാറോ ഒരല്പം പാൻ ചെയ്ത് കാണിച്ചാൽ ഇപ്പോഴും ഇവിടെ പണികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് കാണാം. ഈ രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും ഒക്കെ അതിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് കടക്കുകയാണ്. ഈ വർഷം തന്നെ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയാനുള്ളതാണെങ്കിൽ തച്ചന്മാർ വീതുളിയാൽ കവിത രചിക്കുകയാണ് ഇതിലെ ഓരോ മേഖലയിലും എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഇവിടെ നമ്മൾ ചുറ്റും കണ്ണോടിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അത്ഭുത നിർമ്മിതി തന്നെയാണ്. ലോകാത്ഭുതങ്ങളിലൊന്നായി ഇത് മാറും, ശ്രീരാമക്ഷേത്രം മാറും എന്നുള്ളതിൽ സംശയമില്ല. സരയൂ നദിക്കരയിൽ ഭഗവാൻ ശ്രീരാമൻ്റെ ജന്മസ്ഥാനത്തായി ഇതാ ഭാരതത്തിലെ അമൃതകാലത്ത് ഭാരതം ഉയർത്തെഴുന്നേൽക്കുന്നതിൻ്റെ സൂചനയായി ഇതാ ഈ ഭവ്യമായ രാമക്ഷേത്രം നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവിധ സൗകര്യങ്ങളോടെയുമാണ് ഈ ക്ഷേത്ര നിർമ്മാണം എന്നുള്ളതാണ് പ്രത്യേകത. ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നത് കൊണ്ട് പട്ടിണി മാറുമോ എന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ നിരവധി കേട്ടിരുന്നു. അതിനൊറ്റ മറുപടിയേ ഉള്ളൂ. ദീർഘവീക്ഷണമുള്ള ഭരണാധികാരിയാണ് ഈ ക്ഷേത്ര നിർമ്മാണത്തിന് തുടക്കമിട്ടത്. പട്ടിണി പരിപൂർണമായി മാറുന്നു എന്നുള്ളതാണ് അയോധ്യയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം അയോധ്യയ്ക്ക് ചുറ്റും നേരത്തെ ഉണ്ടായിരുന്നത് പട്ടിണിയും പരിവട്ടവും ഒക്കെ തന്നെയായിരുന്നു. പക്ഷേ ക്ഷേത്രം വന്നതോടുകൂടി വെറുമൊരു സരയൂ നദീതീരം കൊണ്ട് മാത്രം പട്ടിണി മാറ്റപ്പെടുന്നത് ഏതാണ്ട് 5000-ൽ പരം ആളുകളുടേതാണ്. കാരണം അവിടെ സരയൂ ആരതി വന്നു. അവിടെ ശൂന്യമായി കിടന്ന, ഏറ്റവും മോശമായി കിടന്ന ഒരു നദിയെ അവിടെ ഘാട്ടുകൾ നിർമ്മിച്ച് സരയൂ ഘാട്ട് കൊണ്ടുവന്ന് അവിടെ സരയൂ ആരതിയും തുടങ്ങി. അവിടെ ഇപ്പോൾ 5000-ത്തിനടുത്ത ആളുകളുടെ ക്ഷേമം, അവരുടെ പട്ടിണി, അവരുടെ ദാരിദ്ര്യം മാറ്റുന്ന മേഖലയായി സരയു തന്നെ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഇനി ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും താഴെ ഗർഭഗൃഹത്തിൽ രാംലലയുടെ പ്രതിഷ്ഠയുണ്ട്. ഒന്നാം നിലയിൽ ശ്രീരാമചന്ദ്രൻ്റെ ദർബാറുണ്ട്. ധ്യാനമണ്ഡപമടക്കം ഉൾക്കൊള്ളുന്ന മൂന്നാം നിലയുടെ പണി പുരോഗമിക്കുകയാണ്. ഗർഭഗൃഹത്തിൻ്റെ അക്കാണുന്ന ഗോപുരത്തിന് മാത്രം ഒന്ന് പാൻ ചെയ്ത് ഒന്ന് കാണിച്ചാൽ മനസ്സിലാവും. ആ ഗോപുരത്തിന് മാത്രം ഏതാണ്ട് 161 അടി ഉയരം വരും എന്നുള്ളതാണ്. അക്കാണുന്നതാണ് ഗർഭഗൃഹത്തിൻ്റെ ഗോപുരം എന്ന് പറയുന്നത്. ശ്രീകോവിൽ പൂർണ്ണമായും രാജസ്ഥാനിൽ നിന്നുള്ള വെളുത്ത മക്രാന മാർബിളുകൾ പാകിയിരിക്കുന്നു. മധ്യപ്രദേശിലെ മണ്ഡലയിൽ നിന്നെത്തിച്ച വിവിധ നിറങ്ങളിലുള്ള മാർബിളുകൾ ക്ഷേത്രത്തിനുള്ളിൽ കരകൗശല വേലകൾക്കായി ഉപയോഗിച്ചിട്ടുണ്ട്. രാജസ്ഥാനിലെ ഭരത്പൂരിൽ നിന്നും പിങ്ക് നിറത്തിലുള്ള സാൻഡ് ആണ് മറ്റിടങ്ങളിൽ പാകിയിരിക്കുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ ഒന്ന് കണ്ടാൽ വിനോദം മനസ്സിലാവും. ആ പിങ്ക് നിറത്തിലുള്ള സാൻഡ് സ്റ്റോണുകൾ അതൊക്കെ വളരെ വില കൂടിയതാണ്. അതിൽ ചെയ്തു വച്ചിരിക്കുന്ന കൊത്തുപണികൾ കണ്ടാൽ നമ്മൾ അത്ഭുത പരതന്ത്രരായി ഇവിടെ നിന്നു പോകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അതായത് ഒരു മഹത്തായ നിർമ്മിതി, ഭാരതത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സൂചകമെന്നോണം ഇവിടെ ഈ അമൃതകാലത്ത് ഭാരതത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സൂചകം എന്ന പോലെ ഇവിടെ കാണാൻ സാധിക്കുന്നു. ക്ഷേത്രത്തിന് 44 വാതിലുകളാണുള്ളത്. താഴത്തെ നിലയിൽ മാത്രം 18 വാതിലുകൾ
ക്ഷേത്രത്തിനുണ്ട്. തീർത്ഥാടകർ കിഴക്ക് വശത്തുകൂടി പ്രവേശിച്ച് തെക്ക് വശം വഴി പുറത്തേക്കിറങ്ങുന്ന രീതിയിലാണ് ക്ഷേത്രത്തിന്റെ ഈ നിർമ്മാണം. വാതിലുകൾ നിർമ്മിക്കാനുള്ള തേക്കുരുപ്പടികൾ സവിശേഷമായ പ്രത്യേകതകളാണ് അയോധ്യയിൽ നിന്നും തത്സമയം ശ്രീകാന്ത് നൽകിയത്. ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ പുത്തൻ പുലരിയിൽ ഉണ്ടാകും.